വിദേശ വിദ്യാഭ്യാസം തെരഞ്ഞെടുക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവസരങ്ങളുടെ വാതിൽ നിരവധിയുണ്ട്. കുറേയേറെ വർഷങ്ങളായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കുന്ന വിദേശ രാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് അമേരിക്കയും കാനഡയും ബ്രിട്ടനുമൊക്കെയാണ്. യുഎസിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിക്കുകയും യുകെയുടെ സമ്പദ്വ്യവസ്ഥയിൽ മാന്ദ്യം രൂപപ്പെടുകയും ചെയ്തതോടെ ഈ പരമ്പരാഗത പഠന കേന്ദ്രങ്ങൾ മാറ്റാൻ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യക്കാർ. നിലവിൽ ആകെ 13.2 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നുണ്ട്. അതിൽ 4.6 ലക്ഷം പേർ യുഎസിലും 1.83 ലക്ഷം പേർ കാനഡയിലുമാണെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. യുഎസും ബ്രിട്ടനും കാനഡയും മാറി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ജർമ്മനി, നെതർലൻഡ്സ്, പോളണ്ട്, ഹംഗറി, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലാണ്. 108 സർവകലാശാലകളും 211 അപ്ലൈഡ് സയൻസസും 52 കലാ സംഗീത കോളേജുകളും ഉൾപ്പെടെ ജർമ്മനിയിൽ ആകെ 423 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉള്ളത്. നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള 42,997 വിദ്യാർത്ഥികളാണ് ജർമ്മനിയിൽ പഠിക്കുന്നത്. എഞ്ചിനീയറിംഗ്, ലോ മാനേജ്മെന്റ്, മാത്തമാറ്റിക്സ് എന്നിവയാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കിടയിൽ ജനപ്രിയമായ കോഴ്സുകൾ. DAAD എന്ന ജർമ്മൻ അക്കാഡമിക് എക്സ്ചേഞ്ച് സർവീസ് ഡാറ്റ കാണിക്കുന്നത് ജർമ്മനിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരട്ടിയായി വർദ്ധിച്ചുവെന്നാണ്. മറ്റൊരു രാജ്യം നെതർലാൻഡ്സാണ്. 30-ലധികം സർവകലാശാലകളും കോളേജുകളുമുള്ള നെതർലാൻഡ്സിൽ ഭൂരിഭാഗവും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ആംസ്റ്റർഡാം, റോട്ടർഡാം, ഗ്രോനിംഗൻ, ഡെൽഫ് എന്നിവിടങ്ങളിലാണ്. നെതർലാൻഡ്സിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള കണക്കുകൾ അനുസരിച്ച് 3500-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ നിലവിൽ നെതർലാൻഡ്സിൽ പഠിക്കുന്നുണ്ട്. രാജ്യത്താകെയുള്ളത് നിലവിൽ 1,15,000 വിദേശ വിദ്യാർത്ഥികളാണ്. ഇത് 2005-ലെ കണക്കനുസരിച്ച് രാജ്യത്തുണ്ടായിരുന്നതിന്റെ 3-ലധികം മടങ്ങാണ്. നെതർലാൻഡ്സിൽ സർവകലാശാലകളിലെ 1-ാം വർഷ വിദ്യാർത്ഥികളിൽ ഏകദേശം 40% വിദേശികളാണ്. ഇനി പോളണ്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പോളണ്ടിൽ ഏകദേശം 457 സർവകലാശാലകളും കൊളീജിയറ്റ് തലത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. ഏകദേശം 2,500 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് രാജ്യത്ത് പഠിക്കുന്നത്. പോളണ്ടിലെ വിദേശ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് ശേഷം 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം തുർക്കിയാണ്. ഹംഗറിയെ നോക്കിയാൽ രാജ്യത്ത് ആകെ 65 യൂണിവേഴ്സിറ്റികളുണ്ട്. അവയിൽ പലതും ബുഡാപെസ്റ്റിലാണ്. ബുഡാപെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് ഇക്കണോമിക്സ്, സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. ഹംഗേറിയൻ സർവകലാശാലകളിൽ ഏകദേശം 1000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നാണ് 2002-ൽ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിലുള്ളത്. മറ്റ് 2 രാജ്യങ്ങൾ ബെൽജിയമും ന്യൂസിലൻഡുമാണ്. യൂറോപ്പിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ സർവകലാശാലകളാണ് ബെൽജിയത്തിന്റെ പ്രത്യേകത. പ്രത്യേകിച്ചും കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് ല്യൂവൻ, യൂണിവേഴ്സിറ്റി ഓഫ് ഗെന്റ്, യൂണിവേഴ്സിറ്റി കാത്തലിക് ഡി ലൂവൈൻ, യൂണിവേഴ്സിറ്റി ലിബറെ ഡി ബ്രക്സൽസ്, വിജറ യൂണിവേഴ്സിറ്റി ബ്രസൽസ്, ബ്രസൽസ് VUB, ആൻവെർപ്പ് സർവകലാശാല എന്നിവയാണവ. ബെൽജിയത്തിലാണ് മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികളും താമസിക്കുന്നത്, ചിലർ ലക്സംബർഗിലും. പുതിയ കണക്കുകൾ പ്രകാരം ഏകദേശം 24,732 ഇന്ത്യക്കാരാണ് ബെൽജിയത്തുള്ളത്. ന്യൂസിലൻഡിന് 8 സർവകലാശാലകളുള്ളതിൽ ഏറ്റവും ഉയർന്ന റാങ്കുള്ള ആഗോള സർവകലാശാല ഓക്ലൻഡ് സർവകലാശാലയാണ്. MBAയ്ക്കോ അക്കാഡമിക് ഗവേഷണത്തിനു വേണ്ടിയോ ന്യൂസിലൻഡിലേക്ക് പോകുന്നത് നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. നിലവിൽ ഏകദേശം 15,000 ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട് ന്യൂസിലൻഡിൽ.